കുതിര നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കുതിര ഓടാൻ തുടങ്ങി. ഓ, ഞങ്ങൾ കോൾസായി ലേക്കിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. മഞ്ഞിൻ്റെ ഇടയിൽ കൂടിയുള്ള കുതിര യാത്ര അടിപൊളി, ഒരു രക്ഷയില്ല. കറന്റ്ലി ഇപ്പോൾ -4 ഡിഗ്രിയാണ് ഇവിടെ നൈറ്റ്. ഹെൽമെറ്റിൽ നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. സ്ട്രീറ്റൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ്. അസ്സലാമലൈക്കും. കസാക്കിസ്ഥാൻ യാത്രയിലെ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. ഇതേ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ -1 ഡിഗ്രിയാണ്. ഹോട്ടലിൻ്റെ പുറത്ത് മരങ്ങളിൽ നോക്കി അവിടെ മുഴുവൻ മഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. ഓരോ ബ്രാഞ്ചിലും ആ സ്നോ സെറ്റിൽ ചെയ്ത കാഴ്ചയൊക്കെ നോക്കിയേ. അപ്പം നമ്മുടെ ജേണി ഇത് ഇവിടെ തുടങ്ങാണ്. അൾമാട്ടിയുടെ തിരക്കൊക്കെ പിന്നിലാക്കി മലകളും തടാകങ്ങളും ഒരു കാനിയോണുകളൊക്കെ നിറഞ്ഞൊരു ലോങ് നാച്ചുറൽ ജേണിയാണ് കേട്ടോ ഇന്നത്തേത്. ഞങ്ങളിതേ ഒരു 8 മണിയോടെ ഹോട്ടലിൽ നിന്ന് റെഡിയായി ഇറങ്ങി. ഇന്ന് നമ്മൾ കോൾസായി ലേക്കിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂർ യാത്ര ദൂരം ഉണ്ട് കേട്ടോ ഈ കോൾസായി ലേക്കിലേക്ക്. കസാക്കിസ്ഥാൻ ലോകത്തിലെ 9ാമത്തെ വലിയ രാജ്യമാണ്. ലാൻഡ് ഏരിയ വലുതാണെങ്കിലും പക്ഷേ പോപ്പുലേഷൻ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ സാറ്റി വില്ലേജിൽ കൂടിയാണ് കോൾസായി ലേക്കിലേക്ക് പോകുന്നത്. ഇതൊരു ശാന്തമായ ചെറിയ ഗ്രാമമാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇവരുടെ. നിങ്ങളൊരു ഹോം സ്റ്റേ എക്സ്പീരിയൻസ് ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാറ്റി വില്ലേജ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. സിറ്റിയിൽ കാണാൻ കഴിയാത്ത കസാക്കിൻ്റെ റിയൽ സോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ സാറ്റി വില്ലേജിലാണ്. ഞങ്ങളിതേ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കോൾസായി ലേക്കിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ലേക്കിലേക്ക് പോകാൻ പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് നടന്ന് പോകാം, ടാക്സി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡാണ്. അപ്പോൾ കുതിര സവാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ ലേക്ക് കാണാൻ പോകുന്നത് കേട്ടോ. ഹോഴ്സ് റൈഡാണ് ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായിട്ട് ഹോഴ്സ് റൈഡ് ട്രൈ ചെയ്യണം. ഈ സ്നോയിലൂടെ കുതിരപ്പുറത്തിരുന്ന് ലേക്കിലേക്ക് പോകുന്ന ഒരു ഫീലുണ്ട് എൻ്റെ മോനെ. ഓഫ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കസാക്ക് കൾച്ചറിൽ കുതിരക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കോൾസായിലെ ഒരു ഹോഴ്സ് റൈഡ് ഒരു ആക്ടിവിറ്റി മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഇവിടുത്തെ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസും എൻജോയ് ചെയ്യാണ്. കുതിര നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കുതിര ഓടാൻ തുടങ്ങി. ഓ, ഭയങ്കരമായിട്ട് പേടിയാവും. സ്റ്റോപ്പ്. ഇത് ഫ്രണ്ടിലാണ് ഗൈഡിൻ്റെ കുതിര പോണത്. നമുക്ക് 4 പേർക്കും കൂടി ഒരു ഗൈഡാണ്. അങ്ങനെ 5 കുതിരയും ഒറ്റ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് ഫ്രണ്ടിലത്തെ കുതിരയമ്മ ഗൈഡ് ഇതേപോലെ റോപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കുതിരയമ്മ. അപ്പോൾ ഫ്രണ്ടിലത്തെ ആളാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അതുപോലെയാണ്, പറയാൻ പറ്റുന്നില്ല, അത്രക്കും തണുപ്പാണ് ഇവിടെ. തൊണ്ടയിലെ വെള്ളമൊക്കെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കസാക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ മഞ്ഞുമലയുടെ ഇടയിൽ കൂടെയുള്ള ഒരു ഹോഴ്സ് റൈഡ്. ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മൾ ഹോഴ്സ് റൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കയറ്റം കയറുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഇതുപോലെ മുമ്പോട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇറക്കിറങ്ങുമ്പോൾ അതുപോലെ തന്നെ ബാക്കോട്ടിരിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ സുഖമാണ്. ഞങ്ങൾ ബിഗിനേഴ്സാണ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു വ്യൂ പോയിന്റിൽ നിർത്തി തരും കേട്ടോ. ഇവർ വാട്ടർഫോൾസ് ആയപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഗൈഡ് ഇതേ ആദ്യം ഇറങ്ങി, അത് കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിത്തരും. നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. നമുക്ക് ഇറങ്ങാനുള്ള ഇതൊക്കെ കുതിരയുമ്പോൾ തന്നെ ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്ത് ഇറങ്ങാം. അതിനുള്ള അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ, നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. നമുക്ക് കറക്റ്റ് സേഫായിട്ട് ഇരിക്കാം. ഇതാണ് വാട്ടർഫോൾസ്. നല്ല തണുത്ത വെള്ളമാണ്, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ആ വെള്ളം അതിൻ്റെ നടുവിലൊക്കെ നല്ലപോലെ ഐസായിട്ട് ഹാർഡായി കിടക്കുന്നുണ്ട്. നല്ലപോലെ കുതിരയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പോലെ കയറ്റം രക്ഷയില്ല, സീനാണ് കയറ്റം. ഞങ്ങൾ കോൾസായി ലേക്കിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിവിടെ ഈ വ്യൂ കാണാൻ, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, ഡ്രോൺ ഷൂട്ട് ചെയ്യാനൊക്കെ നടന്നു വരാനുള്ള നമുക്ക് അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. നമുക്ക് ലേക്ക്
പേൾസ് ഓഫ് ദ നോർത്തേൺ ടൈൻഷാൻ എന്ന പേരിലാണ് ഈ കോൾസായി ലേക്ക് അറിയപ്പെടുന്നത്. ടൈൻഷാൻ മൗണ്ടൻ്റെ ഇടയിൽ നിന്ന് ഏകദേശം 2800 മീറ്റർ ഉയരത്തിലാണ് ഈ ലേക്ക്. കോൾസായി ലേക്കിലെ വെള്ളം ക്രിസ്റ്റലി ക്ലിയർ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ സ്നോ മെൽറ്റ് ആയതുകൊണ്ട് ഫുള്ള് ഫ്രീസായി കിടക്കുകയാണ്, എല്ലായിടത്തും ഫില്ലായിട്ട് കിടക്കുകയാണ്. പക്ഷേ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൾസായി ലേക്കിലെ ഈ ക്രിസ്റ്റലി ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണണമെങ്കിൽ നിങ്ങൾ സമ്മറിൽ വരണം. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗ്രീനറി ആംബിയൻസ് ഒക്കെ നിങ്ങൾക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാ സീസണിലും കോൾസായി ഒരു ഡിഫറെൻറ്റ് ബ്യൂട്ടിയാണ് കേട്ടോ. ഈ ഫ്രീസായിട്ടുള്ള ലേക്ക് കാണാൻ തന്നെ വേറൊരു വൈബാണ് കേട്ടോ. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് പോലും കുറവാണ്. ശരിക്കും നാച്ചറിനോട് കണക്ട് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് കേട്ടത്. ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നമുക്ക് കസാക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അവിടുത്തെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ട്രഡീഷണൽ ഫോട്ടോസ് എടുക്കാം. ഒരു ഫോട്ടോക്ക് അവർ 4000 ടെങ്കയാണ് ചാർജ് ആക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ ലോക്കൽ കഫറ്റീരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കസാക്കി സ്പെഷ്യൽ ചൂട് ചായയും സ്നാക്സ് ഒക്കെ ഇവിടെ കിട്ടും. ഏകദേശം 2:30 നമ്മൾ കോൾസായി ലേക്കിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ചാരിയം കനിയോണിലേക്ക്. പിന്നെ കോൾസായി ലേക്കിൽ നിന്ന് കനിയോൺ ലേക്കിലേക്കുള്ള ഒരു ജേണി കംപ്ലീറ്റ്ലി അവിടുത്തെ ഒരു നേച്ചറൊക്കെ ചേഞ്ച് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. 4 മണിക്ക് ഞങ്ങളിത് കനിയോണിലെത്തി. ഇവിടുത്തെ ടെമ്പറേച്ചർ -3 ഡിഗ്രിയാണ്. ഫുള്ളി ഫോഗ് വെതറാണ് നമ്മൾ എത്തിയ സമയത്ത് കേട്ടോ. നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് 2 മാർഗത്തിൽ പോവാം. ഒന്ന് നമുക്ക് നടന്ന് പോവാം, ഒരു ചെറിയ ട്രക്കിംഗ് വെഹിക്കിൾ, അതിനും നമുക്ക് താഴോട്ട് പോവാം. ഫോഗ് കാരണം കനിയോണൊന്നും നമുക്കിവിടുന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഫുള്ള് ഫോഗ് മൂടിക്കെടുക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏട്ടുകളൊക്കെ കാണാൻ പറ്റും. ഏകദേശം 12 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ളതാണ് ഈ കനിയോൺ. ഇതിനെ നമ്മൾ ഗ്രാൻഡ് കനിയോൺ എന്നും വിളിക്കും. പിന്നെ ഈ കനിയോണിൻ്റെ ഒരു ഫേമസ് സ്പോട്ടാണ് വാലി ഓഫ് കാസ്റ്റിൽസ്. അതെന്താണെന്ന് വെച്ചാൽ കാസ്റ്റിൽ പോലുള്ള ഒരു കല്ല് കൊണ്ട് ഒക്കെയാണ് അതിൻ്റെ ഫോർമേഷന്. പിന്നെ അത് ഫോം ചെയ്തേക്കണ അതിൻ്റെ ഷേപ്പൊക്കെ ശരിക്കും ഇവിടെ നോർമലി രാവിലെയോ അല്ലെങ്കിൽ ഉച്ച സമയത്തോ വിസിറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. സൺലൈറ്റ് ഉള്ളപ്പോൾ വിസിറ്റ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂവും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ടൈമിൽ വേറൊരു വൈബ്, ഫോഗിൽ വിസിബിലിറ്റി കുറവാണെങ്കിലും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ഫീൽ ചെയ്ത് വർഷം പഴയത് 23 മില്യൺ ഇയേഴ്സ് ഓൾഡാണ് ഈ പറഞ്ഞ കാന്യോൺ. 23 മില്യൺ വർഷം പഴയത്. ഈ കാണുന്ന മൃഗങ്ങളും പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ നമ്മുടെ ഫാൽക്കൺ ഉയരങ്ങളിലേക്ക് പറക്കുന്ന. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. ഇവിടെ വാഷ്റൂമൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ കഫറ്റീരിയാസ് ഉണ്ട്. പിന്നെ ഒരു ട്രഡീഷണൽ ഐറ്റംസൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്. പിന്നെ വിൻ്റർ സീസണിൽ ഇവിടെ ഈവനിങ് ഏർലി സൺസെറ്റാണ് കേട്ടോ. അറൗണ്ട് 4:40 ഒരു മഗ്രിബിൻ്റെ ടൈം ആവും കേട്ടോ. ഇതിപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രയർ റൂമൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഫുള്ള് ഫോഗ് മൂടിക്കെടുക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് 5:30 നമ്മൾ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് അൽമാട്ടിലേക്ക്. റോഡ് ഫുള്ള് ഫോഗ് ആയതുകൊണ്ട് നമ്മൾ ഹെഡ് ലൈറ്റ് ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ട് സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ ജേണി പിന്നെയും ഉണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുമ്പോൾ ഫിസിക്കലി ടയേർഡായേക്കാം. പക്ഷേ ഒരു മെൻ്റലി റിഫ്രഷ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വന്നിറങ്ങിയുള്ളൂ. ഫുഡ് ഇവിടുത്തെ സ്പെഷ്യൽ ഷവർമ. നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ ഷവർമ പാർസൽ മേടിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. നമ്മളെ ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചാട്ടാ.
ഇവിടുത്തെ ഷവർമ്മയുടെ ഒരു നീളം നോക്കി, നമ്മുടെ കൈയുടെ ഇത്രയുണ്ട് ഉണ്ടോ. രാത്രി ഡിന്നർ ഇത് മാത്രം മതി, സെറ്റാണ്. ഹൽമാട്ടിലേക്ക് നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. കറൻ്റ്ലി ഇപ്പോൾ -4 ഡിഗ്രിയാണ് ഇവിടെ നൈറ്റ്. രക്ഷയില്ല, തണുപ്പ് അടിപൊളി. ഇവിടെ പൊതുവെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞോണ്ട് ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ്. ആ അങ്ങനെ ഇതോടെ കസാക്കിസ്ഥാൻ ടൂറിൻ്റെ ഡേ 3 ഇവിടെ അവസാനിക്കുന്നു. ഇനിയും മുന്നിലുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് സ്റ്റോറീസ്. സിറ്റി വാക്ക്, അർബൻ സ്ട്രീറ്റ്, അവിടുത്തെ സ്പെഷ്യൽ കുതിരയിറച്ചി, പിന്നെ പെൻഫിലോ പാർക്ക്, സെൻകോ കത്തീഡ്രൽ, അങ്ങനെ ഒരുപാട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.